സോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു സങ്കടകരമായ കാര്യം പറയാൻ പോവുകയാണ് ഗായ്സ്. ഒരു വിഷമം ഉള്ളൊരു കാര്യം. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീടുണ്ടാക്കിയായിരുന്നു ഗായ്സ്, ബട്ട് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി ഗായ്സ്. ഗായ്സ്, ഞാൻ റെക്കോർഡ് ഓണാന്ന് വിചാരിച്ച് എല്ലാം ചെയ്ത് ഞാനാണെങ്കിൽ ബോട്ട് വഴി വേറൊരു ഐലൻഡിലും പോയി എത്ര കഷ്ടപ്പെട്ട് വന്നതാണെന്നറിയോ ഗായ്സ്. ബട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ഏതായാലും ഞാൻ കാണിക്കാം നിങ്ങളെ. എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പം തന്നെ കാണാൻ മനസ്സിലാവും ഗൈസ്. നമുക്ക് അവിടേക്ക് പോവാം ഗൈസ്. ഗൈസ്, ഇതുകൊണ്ട് അവിടെ കാണുന്നുണ്ട്, അതാണ് ഗൈസ് നമ്മുടെ വീട്, ഞാൻ ഉണ്ടാക്കിയ വീട്. നിങ്ങൾ വിഷമിക്കണ്ട ഗൈസ്, ഞാനിത് ഇങ്ങനെ ആക്കിയെന്നേ ഉള്ളൂ. ബാക്കി ഗായ്സ്, ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കും എല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് ചെയ്യത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് കാര്യമായിട്ടൊന്നും ചെയ്തില്ല, വെളിവശം ഒന്നും ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കിയെടുത്തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും ഞാൻ എത്ര കഷ്ടപ്പെട്ട ഇത് ചെയ്തതെന്ന്. അത് കണ്ടോ ഗായ്സ് അവിടെ, അത് ഞാൻ കാണിക്കാം ഗായ്സ്. പിന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ അകം കണ്ടറിയാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആകെ തറ മാത്രം ഇച്ചിരി എന്തോ ഒരു കല്ലും വെച്ചൊന്ന് സെറ്റാക്കിയതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഗായ്സ്. ജസ്റ്റിനത് നോക്കിയാലും കാണാം, നമ്മൾ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന സാധനങ്ങളാണ് ഗൈസ് ഇതെല്ലാം. നമുക്കിനി ഇതിൻ്റെ വെളിയിലെ വുഡിൻ്റെ ആ തൊലി അങ്ങോട്ട് കളയാം ഗൈസ്, ആക്സ് വെച്ച്. ആക്സ് ആയിരുന്നോ പിക്കാക്സ് ആയിരുന്നു? പിന്നെ നമുക്ക് അവിടെ ഒരു പൂവും വെക്കാം. ഞാൻ പൂ വെക്കാൻ വേണ്ടി വില്ലേജറിൻ്റെ വീട്ടിൻ്റെ പോയി ആ സാധനം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിച്ചു ഗൈസ്. അതാണ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ആയിട്ടൊരു പൂവങ്ങ് വെച്ചാൽ മതി, ഇങ്ങനെ ഗൈസ്. അപ്പോൾ അമ്മമാർ വെച്ചേക്കുന്നേ ട്രാപ്പ് ഡോർ വെച്ച്. ഇനി നമുക്ക് വുഡിൻ്റെ തൊലി ഉരിക്കാം. ഓക്കെ ഗായ്സ്, ഈ സൈഡ് ഗായ്സ്, ഇതാ വിഷയം. അവിടെ നിൽക്കാനൊരു സ്ഥലമില്ല, ഇനി അവിടുന്ന് ഡയറക്റ്റൊക്കെ അവിടെ വെക്കണം. എന്നിട്ട് മറ്റേ ഇവിടെ ആണെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ഡോർ തന്നെ തുറക്കുന്ന മറ്റേ ഒരു എന്തോ പ്രഷർ പ്ലേറ്റോ അങ്ങനെ എന്തോ വെച്ച് തന്നെ തുറക്കത്തില്ലേ, അങ്ങനെ ആക്കണം ഗായ്സ്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു വുഡ് വെക്കാം, അത് ചെസ്റ്റിനകത്താണ്, എനിക്ക് അങ്ങനെ വെക്കാമെന്ന് തോന്നുന്നു. നമുക്ക് ദൂരോട്ട് പോയി നോക്കാം നമ്മുടെ വീട്. നിങ്ങൾക്കിനി ഇതിന് വല്ല പോരായ്മകൾ ഉണ്ടെങ്കിൽ പറയണം ഗായ്സ്, നിങ്ങൾ പറയുന്ന രീതി ഉണ്ടാക്കാം. ഞാൻ പിന്നെ ഓർത്തായിരുന്നു പിന്നെയും വീട് പണിയണം ഗായ്സ്. ഇത് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് എത്ര 2.5 മണിക്കൂർ എടുത്ത് പണിഞ്ഞ വീടാ ഗായ്സ്. അതുകൊണ്ടാണ് ഗായ്സ് പിന്നെ ഞാൻ പൊളിച്ചിട്ട് നിങ്ങളെ കാണിക്കാനേ. സോറി ഗായ്സ്, ഞാൻ ഒരു ബിഗ് സോറിയാണ് നിങ്ങളോട് പറയും. ഈ വുഡ് എടുത്തിട്ട് അവിടെ അങ്ങോട്ടും ഇങ്ങനെ നോക്കാം. എന്നിട്ട് വേറൊരു പൂവും വെക്കണം. ഓ, ഇങ്ങനെയല്ലല്ലോ വുഡ് വെക്കണ്ടേ. എന്നിട്ട് നമുക്ക് വേറെ കളറിലുള്ള പൂവൊക്കെ എടുത്ത് ആ പൂ വെക്കുന്നിടത്ത് വെക്കണം ഗായ്സ്. എന്നിട്ട് ഈ എപ്പിസോഡ് ഇതൊക്കെ ഉള്ളൂ, ഇൻറ്റീരിയർ ഒക്കെ ഉള്ളു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ മൈനിങ്ങിന് പോകുന്നത്. അതിന് റെക്കോർഡർ ഞാൻ ഈ അബദ്ധത്തോട് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനി റെക്കോർഡർ ഓണാക്കുമെന്ന് ഞാൻ 2 പ്രാവശ്യം ചെക്ക് ചെയ്യും ഗൈസ്, എന്നിട്ടേ ഞാൻ ഇനിയും ചെയ്യത്തുള്ളൂ ഗൈസ്. വീട് എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ, കൊള്ളാവുമെന്ന്. നിങ്ങൾ പറയുന്ന മാറ്റങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനത് ചെയ്യാം ഗൈസ്. ഇനി നമുക്ക് പ്ലഷർ പ്ലേറ്റ് ഉണ്ടാക്കാം. എന്തോ പ്ലഷർ പ്ലേറ്റ്, എനിക്കൊരു ഓട്ടോമാറ്റിക് ഡോർ വേണം ഗൈസ്. ഓക്കെ, സെറ്റാക്കിയിട്ടുണ്ട്. ഗൈസ് ആയിട്ടുണ്ട് ഗൈസ്. 2 ഡോറിനും വേണം ഗൈസ്. അടുത്ത ഡോറിന് നമുക്ക് പോയി ഇനി ഉണ്ടാക്കണം വീണ്ടും. ഓക്കെ, തുറക്കൂ. ഓക്കെ ഗൈസ്, നമ്മൾ 2 ഡോറിനും സെറ്റാക്കിയിട്ടുണ്ട്. ഇത് കൊള്ളാം അല്ലേ ഗൈസ്? ഇങ്ങനെയാണ് ഗൈസ് ഓട്ടോമാറ്റിക് ഡോർ ഉണ്ടാക്കേണ്ടത്. ഇതിൻ്റെ വെളിയിൽ 2 വെക്കാം, അന്നേരം നമ്മൾ അകത്തുനിന്നും ചെല്ലുമ്പം തുറക്കുമല്ലോ.
ഗൈസ് എന്താ ഇവിടെ പറ്റാതെ? ഓ ഗൈസ് ഒരിടത്തെ വെക്കാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഞാൻ ഇതിലൊരു ന്യൂബാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ അറിയാത്തത്. എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം പറഞ്ഞു തന്നേന്. ബട്ട് ഗൈസ് അവനിപ്പം വരാൻ പറ്റത്തില്ല. കേവ് ലൈഫ് അവനാണ് നടത്തുന്നത്. അത് തന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ടൊക്കെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. മിക്കവാറും അടുത്ത എപ്പിസോഡ് ഞാനും കാണും കേവ് ലൈഫിനകത്ത്. ഞങ്ങൾ നോക്കട്ടെ, ശ്രമിക്കാൻ ഞാൻ ഗൈസ് വരാൻ വേണ്ടി കേവ് ലൈഫിനകത്ത്. ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ പഠിക്കണ്ടായോ ഗൈസ്, സ്കൂളിൽ പോകണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിഷയം ടൈം കിട്ടുന്നില്ല. അല്ലാതെ ഈ മൈൻക്രാഫ്റ്റും അല്ലാതെ തന്നെ ഞാൻ കുറേ ഗെയിം ഇതിനകത്ത് തന്നെ ഇടുന്നുണ്ടല്ലോ യൂട്യൂബിൽ. അതെല്ലാം കൂടെ ആകുമ്പം സമയമില്ല ഗൈസ്. ഇത് തന്നെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പം കളിക്കാൻ വേണം 1.5-2.5 മണിക്കൂറൊക്കെ. പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ വേണം 1/2 മണിക്കൂർ. ഈ പൂ കൊണ്ട് അവിടെ വെക്കാൻ തോന്നുന്നു ഗൈസ്. വേറെ വെറൈറ്റി പൂവൊക്കെ വില്ലേജറിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അടിച്ച് മാറ്റാം. അവന്മാരുടെ സാധനമില്ല, നമുക്കും കൂടെ ഉള്ളതാ. ഇത് കണ്ട ഗൈസ്, ഞാൻ ഇതിലൊക്കെ കയറിയാണ് ഗൈസ് മൺവശം ഉണ്ടാക്കി. കാണിക്കാം ഗൈസ്. ഞാൻ കണ്ടോ, ഇത് നിങ്ങൾ മനസ്സിലാവില്ല ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ഇവിടെ അല്ലേ പൂവെക്കണ്ട, നമ്മൾ അകത്ത് കയറിപ്പോ. ഇനി അകത്ത് നമുക്കൊരു ഗ്ലാസ് വെക്കണം ഇതിൻ്റെ അകത്ത്, എന്നാലേ ഒരു വീട് സെറ്റ് ആവത്തുള്ളൂ ഗൈസ്. ഇതെന്ന് വെച്ചാൽ ഒരു വില്ലേജറിൻ്റെ വീടിൻ്റെ കോപ്പി അടിച്ച് നമ്മൾ ഇച്ചിരി വലുതാക്കി ഉണ്ടാക്കിയത്, അത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, പിന്നെ ഞാൻ പണ്ടേ ന്യൂബാന്ന് ഇതിലൊക്കെ. ഒന്നാമതേ ഞാൻ മൈൻക്രാഫ്റ്റ് ന്യൂബാ, ഹൗസ് ഉണ്ടാക്കാൻ ഒട്ടും അറിയത്തുമില്ല. അവരെ നോക്കി കോപ്പി അടിക്കുക, അല്ല നമ്മളിപ്പോൾ എന്താ ചെയ്യാനാ. ഗൈസ് ഞാൻ പോയി ഗ്ലാസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാം ഗൈസ്. ഗ്ലാസ് ഉണ്ടാക്കാൻ പോയപ്പോൾ നമുക്കൊരു മഞ്ഞ പൂവും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതിനി അവിടെ നടണോ അതോ ബെഡിന് കളർ കൊടുക്കണോ? ഏതായാലും നമുക്ക് ഇതാദ്യം ഇതാക്കാം, ഗ്ലാസ് ആക്കാം ഗൈസ്. എന്നിട്ട് നമ്മൾ ഗ്ലാസ് പെയിൻ ഉണ്ടാക്കിയിട്ട് ഇടാം. 5 എടുക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ ഫർണസ് വഴി ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഗൈസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അകമൊക്കെ സെറ്റാക്കണം ഗൈസ്. എനിക്ക് തോന്നുന്നു നമുക്ക് താഴോട്ട് ഈ വീടിൻ്റെ തന്നെ കുടിച്ചൊരു മൈനിങ് ഏരിയ ഉണ്ടാക്കണോ, അല്ലെങ്കിൽ വേണ്ടായിരിക്കും അല്ലേ ഗൈസ്. ഒരു ഗ്ലാസ് ആയിട്ടുണ്ട് ഗൈസ്. ഗൈസ് നമുക്ക് 3 ഗ്ലാസ് ആയിട്ടുണ്ട്. ബട്ട് ഗ്ലാസ് പെയിൻ ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് ഗൈസ്. അതിനുവേണ്ടി ഇനിയും ഗ്ലാസ് വേണം. എന്നാലും നമുക്ക് ഇനിയും പോയി സാധനം എടുത്തിട്ട് വരാം. ഇതൊക്കെ എടുത്ത് ഇതിനകത്ത് വെക്കട്ടെ, അല്ലെങ്കിൽ ഇനി കളഞ്ഞു പോയാലും. ഞാനല്ലേ ആള് ഗൈസ്, എപ്പം ചത്തെന്ന് ചോദിച്ചാൽ മതി. ഗൈസ് നമുക്ക് പോയി സാധനം എടുത്തിട്ട് വരാം. അന്നേരം ഗൈസ് നമ്മൾ സാധനം എടുത്തിട്ടുണ്ട്. ഇനി അത് ഫർണസിൽ വെക്കാം ഗൈസ്. ഇനി ഈ ചെസ്റ്റിനകത്ത് നമുക്ക് ഫസ്റ്റ് എപ്പിസോഡ് കിട്ടിയ ഡയമണ്ട് പിക്കക്സ് ഒക്കെ ഒരു വില്ലേജറിൻ്റെ വീട്ടിൽ ഇരിക്കുകയല്ലേ, നമുക്ക് പോയി അതെടുത്തോണ്ട് വരാം ഗൈസ്. ഗൈസ് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫർണസി അതായോ നോക്കാം ഗൈസ്. ഓ ഗൈസ് 3 ആയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ക്രാഫ്റ്റിംഗ് ടേബിൾ നോക്കാം. വരാത്ത എന്താ? ഓ ഗൈസ് ചെസ്റ്റിനകത്താണ് നമ്മുടെ ഗൈസ് ബാക്കി 3 ഇരിക്കുന്നത്. നമ്മളത് വിട്ടുപോയി ഗൈസ്.
7. ഓക്കെ ഗൈസ്, 16 നമുക്ക് ഗ്ലാസ് പെയിൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇവിടെ എല്ലാം സെറ്റാക്കി. ഇവിടെ വെക്കണോ മണ്ടയ്ക്ക് വെക്കണം? അല്ല ഇവിടെ വെക്കാം. മണ്ടയ്ക്ക് തന്നെ വെക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ്. അയ്യോ വെച്ചില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഒരു ഗ്ലാസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത ഗ്ലാസ് ഇവിടെ. ഓക്കെ ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലെ കേവ് എന്തോ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി 2 ഇവിടെ. സോംബിയെല്ലാം വരുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നോക്കിയിരിക്കാമല്ലോ. അല്ലെങ്കിൽ ഒരു രസമില്ല, ഒരു വൈബില്ല ഈ ക്ലാസ് ഇല്ലെങ്കിൽ. അതാ ഗൈസ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അടുത്ത എപ്പിസോഡ് ഇങ്ങനെയൊന്നും അല്ലായിരിക്കും, നല്ലൊരു മൈനിങ് എപ്പിസോഡ് തന്നെയായിരിക്കും. ഇത് ഞാൻ ഫുൾ ഇടാനായിരുന്നു, ബട്ട് ഗൈസ് ഞാൻ പറഞ്ഞില്ലേ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അന്നേരം ബൈ.